വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ അറസ്റ്റിലായ പ്രതികളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ 25 ലക്ഷം രൂപ തട്ടിയ 2 പേർ അറസ്റ്റിൽ. പൊന്നാനിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ അറസ്റ്റിലായ പോത്തന്നൂർ സ്വദേശി ഇർഷാദ്, പുറത്തൂർ സ്വദേശി രാഹുൽ എന്നിവരുടെ സഹോദരന്മാരിൽ നിന്ന് പോലീസിൽ സ്വാധീനം ചെലുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ 25 ലക്ഷം രൂപ തട്ടിയ കേസിൽ തിരൂർ സ്വദേശികളായ 2 പേർ അറസ്റ്റിലായി. തൃപ്രങ്ങോട് സ്വദേശി നവാസ്, കാരത്തൂർ സ്വദേശി കമറുദ്ദീൻ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. 20 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും 5 ലക്ഷം രൂപ പണമായുമാണ് പ്രതികൾ കൈപ്പറ്റിയത്. നിലവിൽ കേസിൽ തുടരന്വേഷണം നടക്കുകയാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ സി അഷ്റഫ് അറിയിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മൾ ഇർഷാദ്, രാഹുൽ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആയതിനു ശേഷം ഇവിടെയുള്ള ഒരു നവാസ് അതുപോലെ തന്നെ കമറുദ്ദീൻ ഇവരെ വീടുകളിൽ പോവുകയും എന്നിട്ട് അവർക്ക് DYSP, SP അതുപോലെ മറ്റുള്ള പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടെന്നും, അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കേസിൽ നിന്നും ഒഴിവാക്കി വിടാമെന്നും ഇല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പോകുമെന്നും പറഞ്ഞ് അവരെ ഒന്ന് പേടിപ്പിച്ച ശേഷം അവർ സഹോദരങ്ങളായി സംസാരിച്ചിട്ട് അവർ പൈസ ആവശ്യപ്പെട്ടു. പോലീസുകാർക്ക് കൊടുക്കാനെന്ന കാര്യമാണ് പൈസ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അത് 25 ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞത്. 25 ലക്ഷം രൂപ. അപ്പോൾ അവർ അതിനുള്ള നിർവാഹം ഇല്ലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജാമ്യം ഇവരെ നമ്മൾ റിമാൻഡ് ചെയ്തതിനു ശേഷം ജാമ്യത്തിന് കൊടുത്തു. പക്ഷേ ജാമ്യം തള്ളിയതിനുള്ള കാരണം പറഞ്ഞാൽ നമ്മൾ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇവർ വീണ്ടും ചെന്ന് പറഞ്ഞ് കണ്ട ഞങ്ങൾ പറഞ്ഞില്ലേ ജാമ്യം തള്ളുമെന്ന്, ഇപ്പോൾ ജാമ്യം തള്ളിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, അതില്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇറക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും വരെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന ഇർഷാദിൻ്റെ സഹോദരൻ സെയ്താലി, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ പിന്നെ രാഹുലിൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ അവരെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ പണയം വെച്ച് ഏതാണ്ട് 25 ലക്ഷം രൂപ 20 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 5 ലക്ഷം രൂപ ക്യാഷായിട്ട് ചമ്മറവട്ടത്ത് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞ് വലിപ്പിച്ചെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്ന് ഇവരെ പറഞ്ഞ് പറ്റിച്ചു. ഇനി നിങ്ങൾ ഇവരെ ഫോട്ടോയൊന്നും വരില്ല എന്നൊക്കെയായിരുന്നു വാഗ്ദാനം. ഒരു ഫോട്ടോയൊന്നും വരില്ല, കേസോടെ തീർന്നു എന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളുടെ മൊത്തത്തിൽ എല്ലാവരും പിടിക്കാനുള്ളത് ഒരു അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അത് മറ്റ് മീഡിയസിന് കൊടുക്കാറുള്ളത്. തുടർന്ന് എല്ലാവരും അറസ്റ്റ് ചെയ്ത് സാധനങ്ങൾ സീസ് ചെയ്തതിന് ശേഷം നമ്മൾ മീഡിയ ബൈറ്റെല്ലാം കൊടുത്തത് പുറത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരവരെ പറ്റിക്കപ്പെട്ടതാണെന്ന്. അങ്ങനെ അവർ തിരിച്ചു വരെ ക്യാഷ് ചോദിച്ചു. അപ്പോൾ ക്യാഷ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർക്കത് മനസ്സിലാവുന്ന ചീറ്റിംഗ് ആയിരുന്നു എന്ന്. അങ്ങനെ പരാതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നവാസ് സൺ ഓഫ് മൊയ്തീൻ, അയാൾ ചെമ്പുപടി ഭാഗത്തുള്ളതാണ്, ഇവിടെ തിരുവൂർ ഭാഗത്തുള്ള. അതുപോലെ തന്നെ ഒരു കമറുദ്ദീൻ, ചിറക്കൽ പറമ്പ്, ഒരു 44 വയസ്സുള്ളത്, കാരത്തൂർ ഭാഗത്തുള്ളതാണ്. 2 പേരെ നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഇവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി DYSPയിലെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് അയച്ചു കൊടുത്തു. ആ വോയിസിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ കൂടെ പറയാനൊന്നുമില്ല, ചെയ്യാനുള്ള ചെയ്തിട്ടൊക്കെ പറയും, ഞങ്ങൾ വിചാരിച്ചാൽ ആടിന് പട്ടിയെ ആടിയാനാക്കാൻ പറ്റുന്നൊരു വോയിസ് അയച്ചു കൊടുത്ത് ഇവരെ വിശ്വസിപ്പിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ വയർലെസ്സിൻ്റെ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും സഹായം ചെയ്തു കൊടുത്തത് ഒരു ബാബുവാണ്. ബാബു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് സാജിത്ത് എന്നാണ്. അതാണ് നമ്മുടെ സോഡാ ബാബു എന്നാണ് അറിയപ്പെടുന്നത്. അവനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഈ പരിപാടിയിൽ അറേഞ്ച് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ തോപ്പുംപടി സ്റ്റേഷനിലെ ഒരു വാഹന മോഷണത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ ജയിലിലാണ്, അവിടെ എറണാകുളത്ത് ജയിലിലുണ്ട്. പിന്നെ അവനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച കേസിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാഷ് മുഴുവൻ ഇവർ പല ഭാഗങ്ങൾ അവർക്കുള്ള കടങ്ങൾ കൊടുത്ത് എല്ലാം തീർത്ത് പോയിട്ടുണ്ട്. നിലവിൽ ഈ കേസ് അന്വേഷണത്തിലാണ്.